2023 പ്രേക്ഷകരെ ആവേശഭരിതരാക്കിയ ക്രൈം ത്രില്ലർ സിനിമയാണ് ടു ക്യാച്ച് എ കില്ലർ. ബാൾട്ടിമോറിന്റെ തെരുവുകൾ ഭീതിയിൽ മുങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ആക്രമിക്കുന്ന, തെളിവുകളൊന്നും അവശേഷിപ്പിക്കാത്ത ഒരു കൊലയാളി. ആ കില്ലർ നഗരം മുഴുവൻ വിറപ്പിക്കുന്നു. പോലീസ് വകുപ്പിന്റെ മുഴുവൻ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ സൂക്ഷ്മബുദ്ധിയുള്ള ഒരു യങ് ഡിറ്റക്റ്റീവിനെ കേസിലേക്ക് കൊണ്ടുവരുന്നു. ഒരു തെളിവും വിട്ടുപോകാതെ കൊലയാളിയെ പിടികൂടാൻ അവൾ നടത്തുന്ന പോരാട്ടം അവളുടെ മാനസിക ശക്തിയും ആത്മവിശ്വാസവും കടുത്ത പരീക്ഷണത്തിനും വിധേയമാകുന്നു. അവസാനം വരെ പിടിച്ചെടുത്തുന്ന സസ്പെൻസ്. ഇതാണ് ടു ക്യാച്ച് എ കില്ലർ. പുതുവത്സര രാത്രി. ആഘോഷത്തിന്റെ ആവേശത്തിൽ മുങ്ങിയ ബാൾട്ടിമോർ നഗരം. ആകാശത്ത് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടെങ്കിലും അവയുടെ ഇടയിൽ വിറപ്പിക്കുന്ന വെടിയൊച്ചകൾ കേൾക്കുന്നു. ആളുകൾ പുതുവത്സരം ആഘോഷിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പാർട്ടി ആസ്വദിക്കുന്ന കുറച്ചു പേർ വെടിയേറ്റു വീഴുന്നു. കാരണം ദൂരെ നിന്ന് ഒരു സ്നൈപ്പർ ആരോഗ്യയോ വെടിവെക്കുന്നു. ലിഫ്റ്റിൽ പോകുന്ന രണ്ടുപേരിൽ ഒരാളെയും വെടിവെക്കുന്നു. തുടർന്ന് ആ ഫ്ളാറ്റിൽ മേൽക്കുരയിൽ പാർട്ടി ആസ്വദിച്ചുകൊണ്ടിരുന്ന നിരവധി ആളുകൾ വെടിയേറ്റ് മരിച്ചു വീഴുന്നു. 29 പേരുടെ ജീവൻ ഒരൊറ്റ രാത്രിയിൽ ഇല്ലാതാകുന്നു. നഗരത്തിൽ ഭീതിയും കലുഷിതാവസ്ഥയും പടരുകയാണ്. ഈ സമയത്ത് എലനോർ എന്ന പോലീസ് ഉദ്യോഗസ്ഥ ഒരു റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. കാരണം ആ റെസ്റ്റോറന്റിൽ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ ജീവനക്കാരൻ പറയുന്നു, മാഡം, ഇതാ നോക്കൂ, ഇവർ വന്ന് മദ്യപിച്ച് ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഇവർ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് ആ റെസ്റ്റോറന്റ് ജീവനക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥയോട് പരാതി പറയുകയാണ്. ഉടനെ എലനോ, മാഡം, നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ റേഡിയോയിൽ പെട്ടെന്നൊരു വാർത്ത വരുന്നു. ഒരു വലിയ പ്രശ്നമുണ്ട്, അതിനാൽ വേഗത്തിൽ ഈ സ്ഥലത്തേക്ക് പോവുക. അതിനാൽ എലനോർ അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു. കാരണം അതിവിടെ സംഭവിക്കുന്ന പ്രശ്നത്തെക്കാൾ പ്രധാനമാണ്. അതിനാൽ അവർ വേഗത്തിൽ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവളുടെ സൂക്ഷ്മമായ നിരീക്ഷണ ശക്തി, ക്രൈം സീനിൽ നിന്നുള്ള ചെറിയ വിവരങ്ങളും മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ നിന്നുള്ള സൂചനകളും പിടികൂടാനുള്ള കഴിവ്, ഇവയെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഒരു സ്നൈപ്പർ എവിടെയോ ഇരുന്ന് ധാരാളം പേരെ കൊന്നിട്ടുണ്ട്. ആകെ 29 പേർ മരിച്ചു. എലനോർ സ്നൈപ്പർ കൊലപ്പെടുത്തിയ ഒരാളുടെ വീട്ടിലേക്ക് കയറി. വെടിയുണ്ട ജനൽ ഗ്ലാസ് തകർത്താണ് ആ വ്യക്തിയുടെ മേൽ തറച്ചിരിക്കുന്നത്. ആ ബുള്ളറ്റ് എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ എലനോർ ചെയ്യുന്നത് തന്റെ കൈവശമുള്ള ലേസർ ഉപയോഗിച്ച് ബുള്ളറ്റ് വന്ന ദിശയിലേക്ക് അടിച്ചു നോക്കുകയാണ്. അത് റോഡിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ 17ാം നിലയിലുള്ള ഒരു മുറിയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അതുപോലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥനും ആ സ്നൈപ്പർ മൂലം മരിച്ച മറ്റാളുകളുടെ അടുത്ത് നിന്ന് ലേസർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എല്ലാ ലേസർ പോയിന്റും 17ാം നിലയിലെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ കൊലയാളി അവിടെ നിന്ന് സ്നൈപ്പർ ഉപയോഗിച്ച് എല്ലാവരെയും കൊന്നിരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു. ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ 17ാം നമ്പർ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 17ാം നിലയിലെ മുറി പൊട്ടിത്തെറിച്ച് തകർന്നു വീഴുന്നത്. അപ്പോൾ കൊലയാളിക്ക് മനസ്സിലായി, പോലീസ് എന്തായാലും തങ്ങളെ കണ്ടെത്തുമെന്ന്. അതുകൊണ്ടാണ് അവൻ ആ മുറി തകർത്തത്. അങ്ങനെ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഭയപ്പെട്ട് വേഗത്തിൽ പുറത്തേക്കോടാൻ തുടങ്ങുന്നു. എലനോറും മറ്റെല്ലാ പോലീസുകാരും ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് എലനോറിന് തോന്നിയത്, തീർച്ചയായും ആ കൊലയാളി ഈ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആളുകളുടെ കൂടെ ഉണ്ടാകുമെന്നത്. അതുകൊണ്ട് അവർ അവരുടെ മൊബൈൽ ഫോണിൽ പുറത്തേക്ക് വരുന്ന ആളുകളുടെ എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഫയർഫോഴ്സും പോലീസും ബോംബ് പൊട്ടിയ ഫ്ളാറ്റിലേക്ക് കയറുന്നു. എലനോറും പോകുന്നു. അതിൽ നിന്നുള്ള സ്മെല്ല് കാരണം അവർ ബോധം കെട്ടു വീണു. അപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് വന്ന് അവൾക്ക് മാസ്കുകൾ നൽകി എലനോറെ സംരക്ഷിക്കുന്നു. അപ്പാർട്ട്മെന്റിന്റെ ഓണർ വിദേശത്താണ്. ഈ വീടിന്റെ ഉടമയ്ക്ക് സംഭവവുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ കില്ലർ ആ വീട്ടിൽ കയറി കൊലപാതകങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ലാമാർക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാ ഉദ്യോഗസ്ഥരോടുമായി പറയുകയാണ്, സാധാരണ ദിവസങ്ങളിൽ ഇതുപോലുള്ള എന്തെങ്കിലും സംഭവിച്ചാലും അല്പം ക്ഷമയോടെ നമുക്ക് അന്വേഷണം ആരംഭിക്കാം. പക്ഷേ ഇത് പുതുവത്സരാഘോഷമാണ്. ഇത്രയധികം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാനും കാത്തിരിക്കാനും കഴിയില്ല. ആ കൊലയാളിയെ ഉടൻ പിടികൂടണം. ഹൈവേയും നമുക്ക് തടയാൻ കഴിയില്ല. പുതുവത്സരാഘോഷമായതിനാൽ ധാരാളം ആളുകൾ വന്നു പോകും. ഒരു തീവ്രവാദ സംഘടനയും ഇത് ചെയ്തിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തത് ഒരു വ്യക്തിയായിരിക്കണം. അവന്റെ ഉദ്ദേശം എന്താണ്? അവൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ലാമാർക്ക് എന്ന പോലീസുകാരൻ കൊലയാളിയെ ഉടൻ കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും ഇത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ എലനോർ വന്ന് തന്റെ സുഹൃത്തായ ഒരു പോലീസുകാരനോട് പറയുന്നു, അവനൊരു സാധാരണക്കാരനല്ല. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നു.
അവർ സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ലാമാർക്ക് അവിടെ നിന്ന് അവരുടെ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, എലനോ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ എലനോർ പറയാൻ തുടങ്ങുന്നു, സർ, കൊലയാളിയുടെ ഉദ്ദേശം കൊല്ലുക എന്നതാണ്. അയാൾക്ക് 2-3 പേരെ കൊന്ന് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ 2 പേരെ കൊന്നിട്ടും അവന്റെ കോപം ശമിച്ചില്ല. അവൻ ഇഷ്ടാനുസരണം വെടിവെക്കുന്നത് തുടരുകയും 20-ലധികം ആളുകളെ കൊല്ലുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് കൊലയാളി ഒരു സൈക്കോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അയാൾ ഒരു സൈക്കോ ആണെങ്കിൽ സർ, അയാൾ വീണ്ടും ഇതുപോലുള്ള നിരവധി പേരെ കൊല്ലും. ഇതെല്ലാം കേട്ട ലാമാർക്ക് അവൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇംപ്രസ് ആകുന്നു. ഈ കേസിൽ നിങ്ങൾ ഒരു പ്രധാന വ്യക്തിയായിരിക്കണമെന്ന് ലാമാർക്ക് പറയുന്നു. അതിനുശേഷം എലനോ വീട്ടിലേക്ക് വരുന്നു. അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവൾക്ക് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ല. ജോലി കഴിഞ്ഞ് വീട്ടിൽ രാത്രി അവൾ ഉറങ്ങുമ്പോൾ ഓഫീസിൽ നിന്ന് ഒരു അനൌദ്യോഗിക കോൾ വരുന്നു. ലാമാർക്കായിരുന്നു അത്. അയാൾ എലനാരോട് ഒരു കോഫി ഷോപ്പിൽ വരാൻ ആവശ്യപ്പെടുന്നു. എലനോറിന് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് അയാൾ അവളോട് കോഫി ഷോപ്പിലേക്ക് വരാൻ പറയുന്നത്? എന്നാലും അവൾ വേഗത്തിൽ പോകാൻ തുടങ്ങുന്നു. അവൾ കോഫി ഷോപ്പിലേക്ക് എത്തുമ്പോൾ ലാമാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതൊരു കൊലയാളിയാണ്. ഇത് കണ്ടെത്തേണ്ടത് എത്ര പ്രധാനമാണെന്നും ആ കൊലയാളിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇങ്ങനെ ലാമാർക്ക് എലനാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മറ്റൊരു ഡിറ്റക്റ്റീവ് കടന്നു വന്നു. എലനോർ അബോധാവസ്ഥയിലായപ്പോൾ അവൾക്ക് ഒരു ഗ്യാസ് മാസ്ക് നൽകി അവളെ സുരക്ഷിതയാക്കിയ ആ ഡിറ്റക്റ്റീവ് തന്നെ. അയാളുടെ പേര് മാക്. ഇവർ 3 പേരും കൂടിയാണ് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ആ അപ്പാർട്ട്മെന്റിൽ CCTV ക്യാമറ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ്. പക്ഷേ അത്തരമൊരു ക്യാമറ ഉണ്ടായിരുന്നില്ല. ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ഫയലുകൾ, ഹാർഡ് ഡ്രൈവുകൾ എല്ലാം പൂർണ്ണമായി നശിച്ചു. ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഏക തെളിവ് മരിച്ച 29 പേരുടെ മൃതദേഹം മാത്രമാണ്. അതിനാൽ അവർ മോർച്ചറിയിലേക്ക് പോകുന്നു. 29 മൃതദേഹങ്ങളുണ്ട്. എലനോർ, ലാമാർക്ക്, മാക് ഇവർ 3 പേരും ആ മൃതദേഹങ്ങൾ പരിശോധിക്കുന്നു. മരിച്ചവരിൽ പുരുഷന്മാരും സ്ത്രീകളും, ഉയരം കുറഞ്ഞവരും കൂടിയവരും, കറുത്തവരും വെളുത്തവരുമുണ്ട്. അപ്പോൾ മരിച്ച ഈ 29 ആളുകളും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം വെറും അപരിചിതരാണ്. അപ്പോഴാണ് എലനോർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എല്ലാവരുടെയും ശരീരത്തിൽ കൃത്യമായി ഒരൊറ്റ വെടിയുണ്ട മാത്രമേ പതിച്ചിട്ടുള്ളൂ. ആരെയും ഒന്നിൽ കൂടുതൽ തവണ വെടിവെച്ചിട്ടുമില്ല. വളരെ പെർഫെക്റ്റ് ആയ ഷോട്ട്. അതിനാൽ കൊലയാളി നന്നായി പരിശീലനം ലഭിച്ച ആളായിരിക്കണം. അവനൊരു സൈനികനായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആദ്യ സൂചന പുറത്തുവരുന്നത്. എന്നിരുന്നാലും അവർക്ക് കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് കൊലയാളിയെ കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നത്. അവരിൽ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അവർ വേഗത്തിൽ പോകാൻ തുടങ്ങുന്നു. അവർ ചെല്ലുമ്പോൾ അവിടെ ഒരു FBI ഏജന്റ് ഉണ്ട്. അയാൾ പറയുന്നത്, ഈ അപ്പാർട്ട്മെന്റിൽ ഒരു ആൺകുട്ടിയുണ്ട്. അവന്റെ ഇന്റർനെറ്റ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവൻ തീവ്രവാദികളെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിരുന്നു. അവൻ അക്രമാസക്തമായ ഗെയിമുകൾ കളിച്ചിരുന്നു. അതിനാൽ ഈ വ്യക്തി ഒരു കൊലയാളിയാകുമോ? ഈ ആശയം ലാമാർക്കിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ടീനേജുകാരൻ പരിശീലനം ലഭിച്ച സ്നൈപ്പർ ആകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് അയാൾ കണക്കുകൂട്ടി. ലാമാർക്ക് ചോദിക്കുന്നു, ആ പയ്യന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അത് തനിക്കറിയില്ല എന്നും അവന്റെ അമ്മാവന്റെ പക്കൽ നിന്നും അവന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നും FBI ഏജന്റ് പറയുന്നു. ഈ കാരണം കൊണ്ട് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ലാമാർക്ക് ചോദിക്കുന്നു. എന്തായാലും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് FBI ഏജന്റ് പറയുന്നു. അത് പ്രകാരം ഒരു FBI ഏജന്റ് കുട്ടിയുടെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങി. അവർ അകത്ത് കയറിയുടനെ ആ കുട്ടി വളരെ ഭയപ്പെട്ടു. അവൻ അവന്റെ കൈവശമുള്ളതെല്ലാം എടുത്ത് അവരെ അടിക്കാൻ ശ്രമിച്ചു. പേടിച്ചരണ്ട ആ കുട്ടി പെട്ടെന്ന് ജനൽ തകർത്ത് താഴേക്ക് ചാടുന്നു. എലനോറിന്റെ മുൻപിലേക്കാണ് ആ കുട്ടി വന്നു വീഴുന്നത്. ആ കുട്ടി താഴെ വീണ് അവളുടെ കൺമുൻപിൽ തന്നെ മരിക്കുന്നു. തുടർന്ന് അവന്റെ വീട് പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ആയുധവും കിട്ടിയില്ല. മാത്രമല്ല ആ കുട്ടി ഒരു നിരപരാധിയാണ്. ലാമാർക്ക് FBI ഏജന്റിനോട് പറയുന്നു, കൊലപാതകി അവനാണെങ്കിൽ അവൻ തീർച്ചയായും പോരാടുമായിരുന്നു. അവനിങ്ങനെ താഴേക്ക് ചാടില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ആൺകുട്ടിയെ നിങ്ങൾ കൊന്നു. ഇതും പറഞ്ഞ് ലാമാർക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ലാമാർക്ക്, എലനോ, പിന്നെ ഡിറ്റക്റ്റീവ് മാക് ഈ 3 പേരും ആ ഫ്ലാറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ആ മുറിയുടെ താക്കോൽ തന്നെ കൈവശമുള്ളതുകൊണ്ടാണ് ആ കൊലയാളി അകത്തു കടന്നതും ഷൂട്ട് ചെയ്തതും അവസാനം ബോംബ് വെച്ച് പൊട്ടിച്ചതും. ആ വീടിന്റെ ഉടമ ഒരു വർഷം മുമ്പ് വീട് പെയിന്റ് ചെയ്യണമെന്ന് അയാൾ ഒരു കമ്പനിയോട് പറഞ്ഞിരുന്നു. പെയിന്റർമാരായ 3 പേരുടെ കൈവശം ആ വീടിന്റെ താക്കോലുണ്ടായിരുന്നു.
ഇതറിഞ്ഞ അവർ അവരെ വിളിച്ച് അന്വേഷണം ആരംഭിച്ചു. സർ, ഇത് 2 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അതുപോലെ ഞങ്ങൾ നിരവധി വീടുകൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അതിൽ മൂന്നാമൻ വന്നത് ഒരു കൈക്കുഞ്ഞുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ശരിയായ വിവരങ്ങൾ നൽകുന്നു. ആ സമയത്ത് അവർ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് 3 പേരും തറപ്പിച്ചു പറയുന്നു. റോഡിന് പുറത്ത് ഒരു CCTV ക്യാമറയുണ്ട്. ആ കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷം എല്ലാവരും പുറത്തേക്ക് ഓടി വന്നു. ഓടിയെത്തിയ എല്ലാവരെയും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവണം. വന്നവരുടെ എല്ലാ മുഖങ്ങളും അവർ തിരിച്ചറിയുകയും അത് ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ അവർ എന്തു ചെയ്തിട്ടും അവർക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. എലനോർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ലാമാർക്ക് ആ വഴി വരുന്നു. എലനോ എപ്പോൾ സങ്കടത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ലാമാർക്ക് ചോദിക്കുന്നുണ്ട്. കൂടാതെ അന്ന് രാത്രി തന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വരണമെന്ന് ലാമാർക്ക് ക്ഷണിക്കുന്നു. ലാമാർക്ക്, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, പിന്നെ എലനോരും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എലനോർ ഒരു FBI ഏജന്റ് ആയിരുന്നു. വളരെ കഴിവുള്ളവൾ. എന്നാൽ മുൻകാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കാരണം അവൾക്ക് ശരിയായി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് FBI ഏജന്റിൽ നിന്നും ഡീപ്രമോട്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയതാണ് അവളെ. ഇപ്പോൾ ലാമാർക്കിന് എലനോറിന്റെ കഴിവിനെക്കുറിച്ച് അറിയാം. ആ കൊലയാളിയെ നമ്മൾ തീർച്ചയായും കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ലാമാർക്ക് എലനോറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. ഒരു ദിവസം ഒരു മാളിൽ ഒരാൾ ട്രയൽ റൂമിൽ വന്ന് ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് വരുന്നു. ആ സമയം വേറൊരാൾ ട്രയൽ റൂമിൽ വന്ന് അയാൾ അഴിച്ചുവെച്ച യഥാർത്ഥ ഡ്രസ്സ് എടുത്തുകൊണ്ടു പോകുന്നു. അയാൾ നേരെ നടക്കുന്നു. തുടർന്ന് ബാത്റൂമിൽ പോയി വാഷ് ബേസിനടുത്ത് കുളിക്കാൻ തുടങ്ങുന്നു. വേറൊരു കസ്റ്റമർ ഇത് കാണുകയും നേരെ പുറത്തു വന്ന് സെക്യൂരിറ്റി ഓഫീസറോട് പറയുകയും ചെയ്യുന്നു. ഉടനെ സെക്യൂരിറ്റി ഓഫീസർമാ ബാത്റൂമിലേക്ക് വരുന്നു. പക്ഷേ അവിടെ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ആ വ്യക്തിയെ ഫുഡ് കോർട്ടിൽ വെച്ചാണ് കാണുന്നത്. ആ വ്യക്തി വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഫുഡ് കോർട്ടിലെത്തി. മറ്റാളുകൾ കഴിച്ച് ബാക്കി വെച്ചിട്ട് പോയ പാത്രത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം ശേഖരിക്കുന്നതാണ് കാണുന്നത്. അതും അവൻ പച്ചക്കറികൾ മാത്രം പ്രത്യേകം എടുത്ത് കഴിക്കുന്നു. സമീപത്തുള്ള ആളുകൾ ആശയക്കുഴപ്പത്തിൽ അവനെ നോക്കി. ഇയാൾ എന്താണ് ചെയ്യുന്നത്? അതേസമയം സെക്യൂരിറ്റിക്കാരും അവിടേക്ക് വരുന്നു. ഹേയ്, നീയാണോ ബാത്റൂമിൽ കുളിച്ചത്? നീയാണോ ട്രയൽ റൂമിൽ പോയ ആളുകളുടെ വസ്ത്രം തറയിലിട്ടത്? നിങ്ങളുടെ ബാഗിൽ എന്താണ് എന്ന് അവർ ചോദിച്ചു. ആ വ്യക്തി മുഖം മറച്ചിരുന്നു. ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ബാഗിൽ എന്തായിരുന്നുവെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ഒരു വെടിയൊച്ചയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കൊലയാളി വീണ്ടും തന്റെ ജോലി ആരംഭിച്ചു. അവിടെയുള്ള നിരവധി ആളുകളെ കൊന്നു. ഈ സമയത്ത് എലനോർ ഒരു ഗൺ ഷോപ്പിലാണ്. കാരണം ഈ പ്രദേശത്തെ ഒരേയൊരു ഗൺ ഷോപ്പാണിത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ അടുത്ത് ഗണ്ണ് വാങ്ങിയോ? സംശയാസ്പദമായ ആരെങ്കിലും കണ്ടോ? ഇതെല്ലാം അവൾ ചോദിക്കുമ്പോൾ അലനാറിന് ഒരു കോൾ വരുന്നു. അങ്ങനെ നടന്ന സംഭവം പരിശോധിക്കാൻ അവൾ വേഗത്തിൽ മാളിലേക്ക് പോകുന്നു. അവൾ അവിടെ എത്തിയപ്പോൾ മാളിലെ പലരും വെടിയേറ്റ് മരിച്ചതായി കാണുന്നു. തുടർന്ന് അവൾ എല്ലാ CCTV ദൃശ്യങ്ങളും പ്ലേ ചെയ്ത് അത് കാണാൻ തുടങ്ങുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട് അവൾ ഞെട്ടി. ആ കൊലയാളി കാണുന്ന എല്ലാവരെയും വെടിവെക്കുകയാണ്. തുടർന്ന് അവിടേക്ക് സ്വാറ്റ് സംഘം വരുന്നു. എന്നാൽ അത് മുൻകൂട്ടി അറിഞ്ഞ കൊലയാളി കുറച്ച് ഗ്രനേഡ് ബോംബുകൾ സെറ്റ് ചെയ്ത് എല്ലാവരെയും കൊന്നു, വന്ന സ്വാറ്റ് സംഘത്തെയും. അങ്ങനെ കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ കൊലയാളി എന്തിനാണ് ഈ മാളിൽ വന്നതെന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ട്രയൽ റൂമിൽ കയറി ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരാളുടെ ഡ്രസ്സ് ആ കൊലയാളി ധരിച്ചു. അവന്റെ സ്വന്തം ഡ്രസ്സ് വേസ്റ്റ് ബിന്നിൽ ഇടുകയും ചെയ്തു. ഇതാണ് അവരുടെ കൈവശമുള്ള വലിയ സൂചന. അവർ ആ വസ്ത്രം കണ്ടെത്തിയാൽ ആ വസ്ത്രത്തിൽ നിന്ന് കൊലയാളിയുടെ DNA സാമ്പിളിന്റെ ഒരു ഭാഗം അവർക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോഴാണ് എലനോർ ആ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. കൊലയാളി ഫുഡ് കോർട്ടിൽ പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ കില്ലർ ഒരു വെജിറ്റേറിയൻ ആവാനാണ് സാധ്യത എന്ന് അവർ സംശയിക്കുന്നു. ആ കില്ലറുടെ വസ്ത്രം കണ്ടെത്താൻ അവർ മാളിലേക്ക് പോകുന്നു. അവർ മാളിലെ ഡസ്റ്റ്ബിൻ പരിശോധിക്കുമ്പോൾ അത് ഓൾറെഡി ഡിസ്പോസ് ചെയ്തിരുന്നു. അതിനാൽ എലനോറും മറ്റുള്ളവരും ഒരുമിച്ച് വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവിടെ നിറയെ മാലിന്യം അവർ കാണുന്നു. മറ്റു വഴികളൊന്നുമില്ല. അതിനാൽ തിരയുക തന്നെ വേണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തിരയാൻ തുടങ്ങുന്നു. ലാമാർക്ക് തനിക്ക് മുകളിലുള്ള നിരവധി ഉദ്യോഗസ്ഥരുമായി വഴക്കിടുകയാണ്. കാരണം അവർക്ക് ഈ കേസ് വേഗത്തിൽ പൂർത്തിയാക്കണം. കൊലയാളി ആരാണെന്ന് കണ്ടെത്തണം. അവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ എലനോറും മാക്കും കൊലയാളിയുടെ വസ്ത്രം കണ്ടെത്തി അവിടെ എത്തുന്നു. അപ്പോൾ ഇത് ഫോറൻസിക് സംഘത്തിന് നൽകി DNA സാമ്പിളോ മുടിയുടെ സാമ്പിളോ ലഭിച്ചാൽ
കൊലയാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മറ്റുദ്യോഗസ്ഥർ മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കില്ലർ മാളിൽ വന്ന് അവൻ വെടിവെച്ച വീഡിയോ ലൈവ് ടിവിയിലിട്ട് ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കറിയാമെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞ് കൊലയാളി ആരാണെന്ന് പ്രേക്ഷകരോട് ലൈവായി ചോദിക്കാൻ ശ്രമിക്കുന്നു. ഇത് എന്റെ മുൻ ഭർത്താവിനെ പോലെയാണ്, ഒരുപക്ഷെ അവനാകാം, പലരും പലതും വിളിച്ചു പറയുന്നു. ഈ സമയം എലനോർ 3 പെയിന്റേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അവരിൽ ഒരാൾക്ക് ഒരു ദിവസം 3 വീടുകൾ പെയിന്റ് ചെയ്തതിന്റെ പണം ലഭിച്ചതായി കാണുന്നു. അവർ അത് അന്വേഷിക്കുന്നു. കൂടാതെ ഫോറൻസിക് വകുപ്പ് കില്ലറുടെ വസ്ത്രങ്ങൾ നന്നായി പരിശോധിച്ചു. അതിൽ ഫിംഗർ പ്രിന്റ്സ് ഒന്നുമില്ല. പക്ഷേ ഒരു മുടി, ആ മുടിയോടൊപ്പം തന്നെ കുറച്ച് സ്കിന്നും അതിലുണ്ടായിരുന്നു. കൊലയാളിക്ക് ഹെഡ് ട്രോമ ആയിരിക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ മുടിയോടൊപ്പം സ്കിന്നും ചേർന്ന് പോവുകയുള്ളൂ. അതിനാൽ ഇപ്പോൾ കൊലയാളിയുടെ DNA കിട്ടിയിരിക്കുന്നു. പക്ഷേ കിട്ടിയ DNAയുമായി പൊരുത്തപ്പെട്ട് സംശയിക്കുന്ന ആരും തന്നെ നിലവിലില്ല. അപ്പോഴാണ് ലൈവ് ടിവിയിൽ ആ സംഭവത്തെക്കുറിച്ച് ഒരാൾ ഫോണിൽ സംസാരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്തോടുള്ള സേവനമാണെന്ന്. എന്ത് സേവനം? അയാൾ നിരപരാധികളെ കൊല്ലുകയാണോ? വാർത്താ റിപ്പോർട്ടർ ചോദിക്കുന്നു. കൊലയാളി നല്ല ജോലി ചെയ്തിട്ടുണ്ട്, വിളിച്ചയാൾ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളും കൊലപാതകിയും ഒരേ ടീമിലാണോ? ഞങ്ങളൊരു ഇൻവിസിബിൾ ആർമിയാണ്. ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സർക്കാരിനെതിരെയായിരിക്കും ഞങ്ങളുടെ പോരാട്ടം. ആ വിളിച്ചയാൾ ഇങ്ങനെ പറഞ്ഞു. ഇത് തമാശയല്ലെന്ന് റിപ്പോർട്ടർ പറയുമ്പോൾ റിപ്പോർട്ടറെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി അയാൾ. അപ്പോൾ റിപ്പോർട്ടർ പറയുന്നു, അതിന് ഞാനിപ്പോൾ വളരെ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അതിന് മറുപടിയായി വിളിച്ചയാൾ പറയുന്നത്, താങ്കൾ വളരെ സെക്യൂരിറ്റിയുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ താങ്കളുടെ മകൾ കോളേജിലല്ലേ പഠിക്കുന്നത്? അവിടെയും ഞങ്ങളുടെ ആളുകളുണ്ടെന്നും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വിളിച്ചയാളെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാൻ തുടങ്ങുന്നത്. അവർ കോൾ ട്രാക്ക് ചെയ്ത് വേഗത്തിൽ ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ലാമാർക്ക് പറയുന്നു, കൊലയാളി ഒരു സംഘടനയിലെ അംഗമല്ലെന്ന് തോന്നുന്നു. അവൻ ഒറ്റയ്ക്കാണ്. അവനെന്തോ പ്രശ്നമുണ്ട്. എന്നിരുന്നാലും അവർ കോൾ ട്രാക്ക് ചെയ്ത ആ സ്ഥലത്തേക്ക് പോകുന്നു. കാറിൽ വന്നിറങ്ങിയ ആളുകളെ അവർ നിരീക്ഷിക്കുന്നു. അവർ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത്. അപ്പോൾ എലനാർ ചെയ്യുന്നത് ആ സൂപ്പർ മാർക്കറ്റിലുള്ള നിരപരാധികളായ ആളുകളെ ആദ്യം പുറത്താക്കണം. അതിനായി അവൾ മൊബൈൽ ഫോണിൽ ഇവിടെ ടെററിസ്റ്റ് ഉണ്ട്, ഉടനെ നിങ്ങൾ പുറത്തു പോകണമെന്ന് ടൈപ്പ് ചെയ്ത് ആളുകളെ കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും പതുക്കെ പുറത്തേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴാണ് ഒരു വൃദ്ധൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. അയാൾ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നു. അയാൾക്ക് അവൾ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് അവിടെയുണ്ടായിരുന്ന ആ സംഘം ശ്രദ്ധിക്കുന്നു. ഉടനെ അവരെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ തുടങ്ങുന്നു. അവസാനം ഒരാൾ മാത്രമേ ജീവനോടെ ശേഷിക്കുന്നുള്ളൂ. പക്ഷെ അയാൾ അറസ്റ്റിലാകുമ്പോൾ മാത്രമാണ് അവർക്കത് മനസ്സിലാവുന്നത്. ആ കൊല്ലപ്പെട്ട ആളുകൾ ആരും തന്നെ ഒരു തീവ്രവാദ സംഘടനയിലുമുള്ള ആളുകളല്ല. പക്ഷേ അവർ ഒരു പ്രാങ്ക് ചെയ്യുന്നതിന് മാത്രമാണ് ആ കോൾ വിളിച്ചത്. ഇതെല്ലാം കൊണ്ട് പോലീസ് വകുപ്പിന് ചീത്തപ്പേര് ലഭിക്കുന്നു. കാരണം ഇപ്പോൾ അവർ കൊലപാതകികളാണെന്നും പറഞ്ഞ് നിരപരാധികളെയാണ് പോലീസ് കൊന്നിരിക്കുന്നത്. ആ പ്രാങ്ക് കോൾ യഥാർത്ഥമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെ എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയതെന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഇക്കാരണത്താൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർ ലാൻഡ്മാർക്കിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഈ കേസിന്റെ ചുമതല അദ്ദേഹത്തിനാണ്. ലാമാർക്ക് അവരോട് പറയുന്നു, സർ, അവൻ ലൈവിൽ ഫോണിൽ വിളിച്ചപ്പോൾ അവനൊരു യഥാർത്ഥ കൊലയാളിയെപ്പോലെ സംസാരിച്ചു. ഞങ്ങൾ അവനെ അറിയാതെ കൊന്നു. മറ്റധികാരികൾ പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളുടെ വകുപ്പിനും വലിയ ചീത്തപ്പേരാണ്. എലനാർ എന്ന ഈ പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ചേർത്തിട്ടുണ്ട്. അവൾ ഇതിനകം FBI പുറത്താക്കിയ ഒരു പെൺകുട്ടിയാണ്. കാരണം ഈ പെൺകുട്ടിക്ക് ഒരു അഡിക്ഷൻ ഉണ്ട്. അത് കേൾക്കുമ്പോൾ എലനാറിന്റെ മുഖം മാറുന്നു. പക്ഷേ ലാമാർക്ക് പറയുന്നുണ്ട്, ഈ കേസിൽ എലനാർ ഒരു വലിയ സഹായമായിരുന്നു എന്ന്. കൂടാതെ ധാരാളം ക്ലൂ കണ്ടെത്തി നൽകിയത് എലനാറാണ്. അവർ എന്തു പറഞ്ഞിട്ടും കമ്മിറ്റിയിലുള്ള ആളുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ ലാമാർക്കിനെയും എലനാറെയും ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയാണ്. പിന്നീട് അവർ ബാറിൽ പോയി ധാരാളം കുടിച്ചു. അവിടെയിരുന്ന് അവർ കേസിനെക്കുറിച്ച് കുറെ സംസാരിച്ചതിനു ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. എലനാർ വീട്ടിൽ വന്ന് ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും കൊലയാളിയെ കണ്ടെത്തി ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യണം. എന്നാൽ അവൾക്ക് ആലോചിച്ചിട്ട് ഒരു ക്ലൂ പോലും കിട്ടിയില്ല. അങ്ങനെ കുറെ വിഷമിച്ച് അവൾ ബാത്ത് ടബിൽ കുളിക്കുമ്പോൾ മുകളിൽ കുറച്ച് പെയിന്റ് ഇളകിയിരിക്കുന്നത് അവൾ കാണുന്നു. അത് കണ്ടയുടനെ എലനാർക്ക് ഒരു ഐഡിയ തോന്നി. കൊലപാതകി ഒളിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന റൂമിൽ പെയിന്റ് ചെയ്ത 3 പേർ വന്നിരുന്നല്ലോ. അതിൽ ഒരു കുട്ടിയും കൊണ്ടുവന്ന ആളുടെ വീട്ടിലേക്ക് അവൾ പോകുന്നു. അവൾ അവിടെ ചെന്ന് പറയുകയാണ്,
സത്യം പറയൂ, ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ നിങ്ങൾ ഒരു ദിവസം 3 സ്ഥലത്ത് ജോലി ചെയ്തു. തീർച്ചയായും ഒരാൾക്ക് ഒരു ദിവസം ഒരേ സമയം 3 വീടുകൾ പെയിന്റ് ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. ആ സമയം പെയിന്ററുടെ ഭാര്യയും അവിടേക്ക് വന്ന് പറയുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ അധികം കള്ളങ്ങൾ പറയാതെ ഇവരോട് ഉള്ളത് പറയൂ എന്ന് അയാളുടെ ഭാര്യ പെയിന്ററോട് പറഞ്ഞു. അലനാർ ലാമാർക്കിനെ വിളിച്ച് കാര്യം പറയുന്നു. ലാമാർക്ക് ഉടനെ അവിടെ എത്തുന്നു. യഥാർത്ഥത്തിൽ ഈ പെയിന്റ് എല്ലാ ജോലിയും അയാൾ സ്വയം ചെയ്യുന്നില്ല, മറിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുന്നു എന്നതാണ്. അതുപോലെ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്നുകിൽ ജയിലിൽ കഴിഞ്ഞവരോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് നിയമവിരുദ്ധമായി വന്നവരോ ആണ്. അയാൾ അത്തരം ആളുകൾക്കേ ജോലി നൽകാറുള്ളൂ. കാരണം ഇവർ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. തുച്ഛമായ ശമ്പളവും ഭക്ഷണവും മാത്രമാണ് അവർക്ക് കൊടുക്കാറ്. അതിനാൽ ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പെയിന്റർ പറഞ്ഞപ്പോൾ എലനാർ ഉടനെ പറഞ്ഞു. നീ ഉച്ചഭക്ഷണം വാങ്ങി അവർക്ക് കൊടുക്കുമ്പോൾ അവിടെ ആരെങ്കിലും വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു. അവന്റെ പേര് ഡീൻ. അവൻ അത്രയൊന്നും സംസാരിക്കില്ല. ഞാൻ അവനെ കാണുമ്പോഴെല്ലാം അവനെപ്പോഴും ഒരു തൊപ്പി ധരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ മാംസം കഴിക്കാത്തതെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, പശുക്കളെയും കോഴികളെയും മറക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അത് കണ്ടതിനു ശേഷം അവൻ മാംസം കഴിക്കുന്നത് നിർത്തിയെന്ന്. വളരെ കാലം മുമ്പ് അവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു. പക്ഷേ അവൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ഞാൻ എടുത്തില്ല. ഞാനും അവനെ പിന്നീട് വിളിച്ചില്ല. അങ്ങനെ പെയിന്റർ പറഞ്ഞതനുസരിച്ച് അവർ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു. കൂടാതെ അറവുശാലയിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞതിനാൽ എലനാർ ഓരോ ഫാക്ടറിയിലും ചെന്ന് അന്വേഷണം ആരംഭിക്കുന്നു. അവർ അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അടുത്ത് ചെന്ന് ഇതുപോലൊരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. രേഖാചിത്രം കാണിച്ച് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന് മാത്രം പറയുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഫാക്ടറിയിലെ ഒരു വയസ്സായ ലേഡി ആ ചിത്രം കണ്ട് തിരിച്ചറിയുന്നത്. ഇവനെ എനിക്കറിയാം. ഇവന്റെ പേര് ഡീൻ എന്നാണ്. അവനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അവർ എലനാരോടും ലാമാർക്കിനോടും പറയാൻ തുടങ്ങുന്നു. ഡീൻ ഒരു ഇൻട്രോവേർട്ടാണ്. അവൻ നന്നായി ജോലി ചെയ്യുമായിരുന്നു. ആരോടും അത്രയ്ക്കൊന്നും സംസാരിക്കില്ല. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന വേറൊരാൾ ഡീനുമായി മിക്കപ്പോഴും ബഹളം വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ആ ബഹളക്കാരനായ ആൾ മാംസം മറക്കുന്ന യന്ത്രത്തിൽ വീണു മരിച്ചു. എല്ലാവരും അത് ഒരു അപകടമാണെന്ന് കരുതി. പക്ഷേ സത്യമെന്തെന്നാൽ ഡീൻ അയാളെ അതിലേക്ക് തള്ളിയിടുകയായിരുന്നു. അങ്ങനെ പോലീസ് ഡീനിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അവൻ 2 വർഷത്തിനു ശേഷം പരോളിൽ വന്നു. അതൊരു വലിയ ഇൻഫർമേഷനാണെന്ന് എലനാർക്ക് തോന്നി. ജയിലിലേക്ക് ഡീൻ പോയതിനാൽ അവിടെ നിന്ന് അഡ്രസ്സ് കിട്ടും. അതിനാൽ ഡീനിന്റെ വിലാസം അന്വേഷിക്കാൻ തുടങ്ങി. അവർ വാഹനം ഓടിക്കുമ്പോൾ എലനാർ പറഞ്ഞു, വാസ്തവത്തിൽ ഇത് ഡീനിന്റെ വിലാസമല്ല, അത് അവന്റെ അമ്മയുടെ വിലാസമാണ്. ഡീനിന്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിലുള്ള 2 ഉദ്യോഗസ്ഥരുടെ ശുപാർശ കത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഡീൻ പരോളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജയിലിലായിരുന്നപ്പോൾ ഡീന് മാനസിക നിലയിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ ഡീന് ക്രെഡിറ്റ് കാർഡില്ല. അദ്ദേഹത്തിന് ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പറില്ല. എലനാർ പറയുന്നു, നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് വളരെ പരിശീലനം ലഭിച്ച ഒരു കൊലയാളിയെയാണ്. അവൻ എത്ര ദൂരെയാണെങ്കിലും സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് ലക്ഷ്യത്തിൽ നിറയൊഴിക്കാൻ അവന് സാധിക്കും. അതിനാൽ അവനെ കണ്ടെത്താൻ പോകുമ്പോൾ നമ്മൾ 2 പേരും മാത്രം മതിയോ എന്ന് എലനാർ ചോദിക്കുന്നു. എലനാർ, നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നും മാറ്റിയത് കാരണം നമ്മൾ ഇതെല്ലാം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വേറെ വഴിയില്ല. നമ്മൾ റിസ്ക് എടുത്ത കൊലയാളിയെ കണ്ടുപിടിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്നത് എല്ലാവരും വിശ്വസിക്കൂ. അവർ കറക്റ്റായി ആ വിലാസത്തിലെത്തുമ്പോൾ അവരുടെ പുറകിലായി ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ ആ കില്ലറുടെ അമ്മയാണ്. അവർ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷേ എൻ്റെ മകനെക്കുറിച്ച് ഞാനൊന്നും പറയില്ല എന്ന്. പക്ഷെ മാഡം, നിങ്ങളുടെ മകൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ മറ്റുള്ളവരെ കൊല്ലുന്നത് പോലെ അവനെ കൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മകന് ഒരു ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അവനിപ്പോൾ ഹെൽപ്പാണ് ആവശ്യം. സഹായിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദയവായി ഞങ്ങളെ വിശ്വസിക്കൂ. ഇത് കേട്ട കില്ലറുടെ അമ്മ മനസ്സുമാറി അവരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ചെറിയ പ്രായത്തിൽ അവനൊരു നല്ല കുട്ടിയായിരുന്നു. വീട്ടിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഡീന് തന്റെ പപ്പയെ പോലെ മിലിറ്ററി ഓഫീസർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പപ്പയുമായി ഷൂട്ടിംഗ് പ്രാക്ടീസിനിടെ ടാർഗറ്റ് എടുക്കാൻ പോയ ഡീനിന്റെ തലയിൽ അറിയാതെ വെടികൊള്ളുന്നു. മരണത്തിന്റെ അടുത്തെത്തിയ ഡീൻ വളരെ കഷ്ടപ്പെട്ടാണ് അതിജീവിക്കുന്നത്. അങ്ങനെ ഡീൻ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും
തലയ്ക്കുണ്ടായ ഇഞ്ചുറി അവന്റെ മാനസികമായ അവസ്ഥയിൽ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം മൂലം ഡീന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നും അൺഫിറ്റ് ആണെന്നും പറഞ്ഞതിനെ തുടർന്ന് ആർമിയിൽ ചേരാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ഡീനിന്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എലനാർ ശ്രദ്ധിക്കുകയാണ്. പുറത്ത് ടേബിളിൽ 2 ചായക്കപ്പ് ഇരിക്കുന്നത്. അപ്പോഴാണ് പുറത്ത് ഒരു ഷെഡ് എലനാർ കാണുന്നത്. അവിടെ എന്തായാലും അവൻ ഉണ്ടാകുമെന്ന് എലനാർ ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ ലാമാർക്കിനെ ലക്ഷ്യമാക്കി ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നു. പെട്ടെന്നാണ് ലാമാർക്കിന് വെടിയേൽക്കുന്നത്. വെടികൊണ്ട് അയാൾ നിലത്ത് വീഴുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, നീ പാനിക് ആവരുത്. ഇത് കണ്ടാൽ അവൻ വയലന്റായി തീർച്ചയായും വീണ്ടും വെടിവെക്കുമെന്ന്. ഇത് പറഞ്ഞ് അമ്മ പുറത്തേക്ക് ആ ഷെഡിന് നേരെ നടക്കുകയാണ്. നീ വെളിയിൽ വാ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അവർ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവർ ഉറക്കെ സംസാരിക്കുന്നു. നീ വെളിയിൽ വന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് അവർ സ്വയം വെടിവെക്കുന്നു. അപ്പോൾ കൊലയാളി പതുക്കെ ഷെഡിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ സ്നൈപ്പർ ഗണ്ണുണ്ട്. അവൻ അതെടുത്ത് എലനാറിന്റെ അടുത്തേക്ക് വരികയാണ്. എലനാറിന്റെ കൈകളും കാലുകളും വിറയ്ക്കുന്നു. എലനാറിന്റെ മുന്നിൽ വന്ന് നീ ഇത്രയും ദൂരം വന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. എലനാർ ഉടനെ പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ അമ്മ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് ശിക്ഷയല്ല, സഹായമാണ് വേണ്ടത്. ഞാൻ നിന്നെ സഹായിക്കാം. ദയവായി എന്നെ വിശ്വസിക്കൂ. അവൻ എലനാർ പറഞ്ഞത് വിശ്വസിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു പോലീസ് കാർ പുറത്തു വരുന്നു. നേരത്തെയുണ്ടായ വെടിവെച്ച് കേട്ട് ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. പക്ഷേ കൊലയാളി എലനോറിനെ തെറ്റിദ്ധരിച്ചു. ഞാൻ പോലീസിനെ വിളിച്ചില്ല എന്ന് എലനാർ പറഞ്ഞിട്ടും അവളെ അയാൾ വിശ്വസിക്കുന്നില്ല. അവളുടെ മുഖത്ത് ഒരടിയടിച്ച് അവളെ നേരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് വന്ന് അവിടെ പരിശോധിക്കുമ്പോൾ കില്ലർ പോലീസിനെ വെടിവെക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും നിരവധി പോലീസുകാർ സ്ഥലത്തെത്താൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ കൊലയാളി ആ വീട്ടിൽ നിറയെ ബോംബ് നിറച്ചു വെച്ചിരുന്നു. അതിലൊന്ന് പ്രസ് ചെയ്തപ്പോഴേക്കും എല്ലാം പൊട്ടിത്തെറിച്ചു. അത് സംഭവിക്കുമ്പോൾ നിരവധി പോലീസുകാർ മരിക്കുന്നു. കില്ലർ എലനാറിനെ ബേസ്മെന്റിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ രക്ഷിക്കാം. നീ സറണ്ടർ ആയാൽ ജയിലിൽ പോകുന്നതിനു പകരം നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നും അവിടെ നല്ല ചികിത്സ തേടാനും നല്ല ജീവിതം നയിക്കാനും ഞാൻ നിന്നെ സഹായിക്കാമെന്നും എലനാർ പറയുന്നു. അവൾ എത്ര പറഞ്ഞിട്ടും കില്ലർ കേൾക്കാത്തതുകൊണ്ട് അവൾ ദേഷ്യപ്പെടുകയും കൊലയാളിയുടെ കഴുത്തിൽ കടിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വേദന കൊണ്ട് പുളഞ്ഞ് അവളെ അവിടെ ഉപേക്ഷിച്ച് വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസ് അവിടെ വളഞ്ഞിരുന്നു. അയാൾ വീടിന് പിന്നിലെ ഭാഗത്തുകൂടി രക്ഷപ്പെടുന്നു. എലനാർ തന്റെ കയ്യിലിട്ടിരിക്കുന്ന കൈവിലങ്ങുകൾ കഷ്ടപ്പെട്ട് അഴിച്ചുമാറ്റി പുറത്തേക്ക് പോകുന്നു. എലനാർ പുറത്തേക്ക് വരുമ്പോൾ ഡിറ്റക്റ്റീവ് മാക് അവിടെയുണ്ട്. കൊലയാളി എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അവനൊരു മാനസിക രോഗിയാണ്, ദയവായി അവനെ ജീവനോടെ പിടിക്കൂ, അവനെ ഒന്നും ചെയ്യരുത് എന്ന് എലനാർ പറയുന്നു. അപ്പോൾ എല്ലാ പോലീസും ടോർച്ചുമായി തിരയാൻ തുടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് കൊലയാളി അവിടെ ഇരിക്കുന്നത് അവർ കാണുന്നു. പോലീസ് അവനെ വെടിവെക്കുന്നു. കില്ലറെ അവർ കൊല്ലുന്നു. എലനാർ ഇത് കാണുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെ സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോൾ FBI വന്ന് എലനാറിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ ഈ അന്വേഷണത്തിൽ നിന്ന് എലനാറിനെയും ലാമാർക്കിനെയും നീക്കം ചെയ്തതല്ലേ? എന്നിട്ടും അവർ എന്തിനാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്? ഇത് വളരെ വലിയ തെറ്റാണ്. കൊലപാതകിയെ കണ്ടെത്തിയതിന്റെ എല്ലാ ക്രെഡിറ്റും അവർ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ക്രെഡിറ്റും തങ്ങളുടെ വകുപ്പിന് നൽകണമെന്നും അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുതെന്നും പറയുന്നു. പകരം FBI വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. എലനാർ ഇവിടെ ദുഃഖിതയാണ്. ഒരു വശത്ത് FBI ഉദ്യോഗസ്ഥർ കൊലയാളിയെ അന്വേഷിച്ച് കണ്ടെത്തിയവരെ പോലെ പത്രമാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ പോകുന്നു. എലനാറും എല്ലാം മറച്ചുവെച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ തുടങ്ങുകയാണ്. എല്ലാ ദുഷ്ടന്മാരും ചില കാര്യങ്ങൾ മറയ്ക്കുന്നത് പോലെ നല്ല ആളുകളെന്ന് വിളിക്കപ്പെടുന്ന FBI സർക്കാരും ധാരാളം കാര്യങ്ങൾ മറയ്ക്കുന്നു. അവർക്ക് അത് ആവശ്യമാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ വകുപ്പിന് ഒരു ചീത്തപ്പേര് ലഭിക്കരുത്. അതിനാൽ എത്ര കഠിനമായി ചിന്തിക്കാനും സർക്കാർ ശ്രമിക്കും. ഈ ഒരു ആശയത്തോടെ സിനിമ അവസാനിക്കുകയാണ്. ടു ക്യാച്ച് എ കില്ലർ എന്ന ഈ ചിത്രം 2023 പുറത്തിറങ്ങിയത്. അർജന്റീനിയൻ ഡയറക്ടറായ ഡാമിയൻ സിഫ്രോൺ ആണ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ എലനോറയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈരീൻ വുഡ്ലിയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. തുടർന്നും ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. നന്ദി.